സ്വാഗതം. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് ശബരിമലയിൽ അവിടെ ശാസ്ത്രീയ പരിശോധന നടക്കുകയാണ്. SP ശശിധരന്റെ നേതൃത്വത്തിൽ പരിശോധന നടക്കുകയാണ്. ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞ ഇടങ്ങളിൽ ഈ പരിശോധന നടക്കുന്നുണ്ട്. അത് ആ ഫ്രെയിം വീഡിയോ ചിത്രീകരണത്തിന് വേണ്ടിയിട്ട് അവിടെ സ്ഥാപിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ, ആ ഫ്രെയിമിലുള്ള സ്വർണ്ണപ്പാളികൾ ഇളക്കി അതിലെ സ്വർണത്തിൻ്റെ അളവ് കൃത്യമായി പരിശോധിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അവിടെ സ്പെഷ്യൽ കമ്മീഷണർ SIT സംഘത്തിനൊപ്പം ചേർന്നിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരെയും കാണാം. MG പ്രതീഷ് വിവരങ്ങൾ നൽകും. പ്രതീഷ്, പരിശോധന ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് അധിക സമയം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ ആയിരിക്കുമോ? വിജയകുമാർ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് വിശദമായ പരിശോധനയാണ് SIT നടത്തുന്നത് എന്നതാണ്. കേവലം സ്വർണ്ണപ്പാളികളിലോ അല്ലെങ്കിൽ കട്ടിളപ്പാളികളിലോ മാത്രമല്ല SITയുടെ പരിശോധന. ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞ എല്ലായിടങ്ങളിലും SIT പരിശോധന, ശാസ്ത്രീയ പരിശോധന നടത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയ്യപ്പന്റെ ചരിത്രം ആലേഖനം ചെയ്ത സ്വർണ്ണപ്പാളി ഇപ്പോൾ SIT സംഘം അഴിച്ച് എടുത്തിട്ടുണ്ട്. ഇതിന്റെ തൂക്കമടക്കം SIT സംഘം പരിശോധിക്കും. അതിൽ നിന്നുൾപ്പെടെ സാമ്പിളുകൾ ശേഖരിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പാളി ഇടത് ഭാഗത്ത് പുറകുവശത്തുള്ള ഒരു വശത്തെ പാളിയാണ് ഇപ്പോൾ SIT സംഘം അഴിച്ചെടുത്തിരിക്കുന്നത്. ഇതിന്റെ ശില്പി ഒപ്പം അതുമായി ബന്ധപ്പെട്ട വിദഗ്ധ ജീവനക്കാരെ ഉൾപ്പെടെ കൊണ്ടുവന്ന ശേഷമാണ് ആ പാളി ഇപ്പോൾ അഴിച്ചു മാറ്റിയിരിക്കുന്നത്. അഴിച്ചു മാറ്റിയ പാളിയിലും SIT സംഘം പരിശോധന നടത്തും. ഇപ്പോൾ ഈ ശ്രീകോവിലിന് മുന്നിലാണ് SIT സംഘം ഉള്ളത്. ദ്വാരപാലക ശില്പങ്ങളിലായിരിക്കും ഇനി പരിശോധന നടത്തുന്നത്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ ജയകുമാറും ഇപ്പോൾ SIT സംഘത്തിനോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന്റെ ഉൾപ്പെടെ ഒരു മേൽനോട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു ശാസ്ത്രീയ പരിശോധന നടത്തുന്നത്. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം അന്തിമ ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്താണ് ഒരു നിർണായകമായ നീക്കം SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അത് ശബരിമലയിൽ നേരത്തെ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ പാളികളിൽ ശാസ്ത്രീയ പരിശോധന നടത്തുന്ന ഒരു നടപടികളിലേക്കാണ് SIT സംഘം കടന്നിരിക്കുന്നത്. പ്രധാനമായും ഈ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ടാണ് വലിയ അട്ടിമറിയും ഗൂഢാലോചനയും ക്രമക്കേടും മോഷണവും ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും സാമ്പിളുകൾ SIT സംഘം ശേഖരിക്കും. ശാസ്ത്രീയ പരിശോധനയിലൂടെ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയി തിരികെ എത്തിച്ചത് യഥാർത്ഥ സ്വർണ്ണപ്പാളിയാണോ എന്ന് തിരിച്ചറിയാനാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ആ ശാസ്ത്രീയ പരിശോധനയാണ് ദ്വാരപാലക ശില്പങ്ങളിൽ ഇനി നടക്കാനുള്ളത്. ദ്വാരപാലക ശില്പങ്ങളുടെയും ഒപ്പം കട്ടിളപ്പാളിയുടെയും ശാസ്ത്രീയ പരിശോധന നടക്കും. നിശ്ചിത സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടായിരിക്കും. സന്നിധാനത്ത് വളരെ പ്രധാനപ്പെട്ട പരിശോധനയാണ് SIT നടത്തുന്നത്. സ്വർണ്ണപ്പാളികളിൽ പരിശോധന നടത്തുന്നു. എല്ലായിടത്തും അവിടെ സ്വർണം പൊതിഞ്ഞ എല്ലായിടത്തും ആ പരിശോധന നടക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നീക്കം. പ്രതീക്ഷയാണ് വിശദാംശങ്ങൾ നൽകിയത് സന്നിധാനത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.